ആരനെ കൂടെ ഡാർക്ക് നടന്നിട്ട് ബലൂൺ പൊട്ടിക്കാം. ഗാർഡൻ ആൻഡ് റിസോർട്ട്. ഇവിടെ ഇത് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് പെയിന്റ് അടിച്ചതാ. ഗ്ലാസ് വെച്ചിട്ട് മണ്ണിന്റെ ഗ്ലാസ് വെച്ച് ഉണ്ടാക്കിയതാണ് ഈ കംപ്ലീറ്റ്. ഇവിടെ മക്കാവോ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ മക്കാവോ? നമ്മളെ ഡൈനോസർ വാലിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് ഈ കാണുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു തായ്ലാൻഡ് സീരീസിലെ എപ്പിസോഡ് നമ്പർ 4. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നാളെ പട്ടായയിൽ തന്നെ വലിയൊരു ഒരു മെയ്ഡപ്പ് വില്ലേജാണ്. അതിന് നൂച്ച് വില്ലേജ് എന്നാണ് പറയുക. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ വണ്ടി 9:30 ആകുമ്പോൾ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഓൾമോസ്റ്റ് 9:10 ആയി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളെല്ലാം റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ വണ്ടിയിലോട്ട് കയറി നമ്മൾ നൂച്ച് വില്ലേജിലേക്കാണ് പോകുന്നത്. ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട് അവിടെ. എല്ലാം ഞാൻ കൂടെ കൊണ്ടുപോയി കാണിക്കാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ ഡ്രൈവറും വണ്ടി റെഡിയാണ്. അപ്പോൾ ഇനി നേരെ പോകുന്ന നൂച്ച് വില്ലേജിലേക്കാണ്. നമ്മളെ വണ്ടി ഇന്ന് വന്ന വണ്ടി ഇതാണ്. ദിസ് ഈസ് ദ വണ്ടി, ടൊയോട്ടയുടെ വണ്ടിയാണ്. ഇനി ബാക്കി കയറിയിട്ട് ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, നമ്മൾ വണ്ടീനകത്ത് കയറി. ഇപ്പോൾ ഇവിടുന്ന് നേരെ നൂച്ച് വില്ലേജിലാണ് സ്റ്റോപ്പ്. അത് ഏകദേശം ഒരു 6 മണിക്കൂറോളം കാണാനുള്ള ഒരു സ്ഥലമാണ്. ഒരു ഫുള്ളി ആളുകൾ ഉണ്ടാക്കിയൊരു സംഗതി. അവിടെ ഒരുപാട് ഷോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ പോവും. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക മൊത്തം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ ട്രാവൽ പാർട്ട്നേഴ്സ് ട്രിപ്പ് വേ ഹോളിഡേയ്സാണ്. കൊടുവള്ളി ആസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ട്രിപ്പ് വേ ഹോളിഡേയ്സാണ്. അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളിലും കൊടുക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം പ്രൈവറ്റായിട്ട് പാക്കേജ് എടുക്കുന്നവർക്കും ബഡ്ജറ്റായിട്ട് പോകാൻ താല്പര്യമുള്ള ആളുകൾക്കും ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിലാണ് ഇവരുടെ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. ഞങ്ങളിപ്പം 3rd ഡേ ആയി ഇപ്പം പട്ടായയിൽ, ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് പാക്കേജ് കാര്യങ്ങളെല്ലാം കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഓടി വന്നപ്പോഴത്തേക്ക് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണേലും ആ ഒരു ഇതായിരിക്കും ആദ്യം തോന്നിയത്. സംഭവം വന്നു. ഇതാണ് നമ്മുടെ നൂച്ച് വില്ലേജിൻ്റെ എൻട്രൻസ്. നല്ല വലിയൊരു സ്ഥലമാണ്. ഭയങ്കര ഒരുപാട് സ്ഥലമുണ്ട്. അവിടെ തായ്ലാൻഡിൻ്റെ കൊടിയാണ്. പിന്നെ നൈസ് എന്ന് എഴുതിയ എന്തൊരു സംഭവമുണ്ട്. ബാക്കിയൊന്നും വായിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ബസ്സിലും ടൂറിസ്റ്റുകളൊക്കെ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡ്രൈവറാണ് നേരെ പോകണം. നമ്മളെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗൈസ്, നമ്മളെ നൂച്ച് വില്ലേജിൽ എത്തി. ഇത് കണ്ട അവിടെ കുട്ടികളൊക്കെ അതാ ചെറിയ ഡൈനോസറിൻ്റെ മേലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. ഞാനും മാഡവും കൂടി ഇങ്ങനെ നടക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ടിക്കറ്റ്സ് ഓക്കെ, ടിക്കറ്റ്സ് കൊണ്ടുവന്നില്ല. ഫോർ ബസ്. This ticket for? Yeah, sticker for your shoes. Yeah, okay. Yes. And this for elephant show. It's show time, man. 10:30 ആണ്. നമുക്ക് ഇവിടെയും സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. Yes. ഇവിടെ okay. You have to scan this? No. My tickets. അമ്മോ ടിക്കറ്റ്. One is separate, the guy in the back. ഏതാ സ്കാൻ ചെയ്ത്? It's okay. Which one to scan? Yes. Thank you. അങ്ങനെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഉള്ളിൽ കയറി കാണിച്ചു തരാം. അത് അടിപൊളി സംഭവം കേട്ടോ. തുടക്കത്തിൽ കാണില്ലേ? ഫസ്റ്റ് നമ്മളിവിടെ കാണുന്ന ട്രോപ്പിക്കൽ ഗാർഡൻ ആണ്. അതാണ് നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ. കണ്ടില്ലേ? ഓമ്പ ഇത് കണ്ടോ ഇവരുടെ വണ്ടി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന വണ്ടി നോക്ക്.
നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ വലുപ്പമുണ്ട്. മോൺസ്റ്റർ ട്രക്ക് മാതിരി ഉണ്ട്. നല്ല വലുപ്പമുണ്ട് ഇത്. നമ്മളെ കുറച്ച് ഇങ്ങനെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാക്ടസ് ഗാർഡൻ ഉണ്ട് കേട്ടോ. കംപ്ലീറ്റ് കാക്ടസ്. ഇത് ബാക്കിൽ കാണുന്ന ഇതെല്ലാം കാക്ടസ് ആണ്. അതാ പല ടൈപ്പ് വെറൈറ്റി കാക്ടസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഹൈറ്റ് ഉണ്ട്. ഇതിനൊക്കെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ റൂഫ് വരെ ഉണ്ട്. ഇത്രയും ഹൈറ്റാണ്. ഒരുത്തം വളഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇവരുടെ ഫാന് കണ്ടാ, ഇത് തന്നെ ഒരു 2 ആൾ വലുപ്പമുണ്ട് ഫാന്. ഇവിടെ ഐ ലവ് നൂച്ച് പട്ടായ. നമ്മൾ കാക്ടസ് ഒക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ഇത് ഗാർഡനാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാക്ടസ് ഗാർഡന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ജ്യൂസ് കട ഉണ്ട് കേട്ടോ. അൽബാൻ നോക്ക് ജ്യൂസ് അതിൻ്റെ പേര്. എല്ലാത്തിനും ഏകദേശം 80-100 ബാത്താണ് ഇതിനകത്തുള്ളത്. ഇവിടെയൊക്കെ ഓരോ നൂച്ചിൻ്റെ ഓരോ ഗാർഡൻ ഇൻ ദ സ്കൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. ഇനി വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ മൊത്തം ആനകളുണ്ട് കേട്ടോ. ഒരുപാട് ആനകളുണ്ട്. ആണോ? ഇതുണ്ടോ? ഇത്രയും ആനകളുണ്ട് ഇവിടെ. ഇതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ ആന. 2 സൈഡിലായിട്ട് ഇവിടെയുണ്ട് അവിടെയുണ്ട്. നമുക്കിതിൽ 50 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആന വന്നിട്ട് തലയിൽ അനുഗ്രഹിക്കുന്നല്ല പറഞ്ഞ് ആ ആന വന്നിട്ട് തലയിൽ കൈ വയ്ക്കും. അതാണ് ഇവർ 50 ബാത്താണ് ഒരു ഇതിന് കൊടുക്കേണ്ടത്. ഈ ആനയുടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഗാർഡൻ ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞത്. എല്ലാം തൂക്കിയിട്ടിരിക്കുക. അവിടെ ഒരു ഇടയ്ക്ക് ഈ വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. അവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഇവിടെ തന്നെ ഇവിടെ കുറേ കല്ലുകൊണ്ടുള്ള കുറേ സംഗതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ട്. എല്ലാം ഒരു നല്ലൊരു ഗാർഡനകത്ത് നിൽക്കുമ്പോൾ നല്ലൊരു ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ഗ്രീനറി ഫീല് അതുണ്ട് ഇതിനകത്ത്. നമ്മളൊരു ആനേൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത് ഇതുണ്ടോ. ഇവൻ തല ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ പോയി. നമ്മളിനി എലിഫന്റ് ഷോയ്ക്ക് പോവാണ് കേട്ടോ. നമ്മളെ ഇന്നലെ പിക്ക് ചെയ്ത ഡ്രൈവർ നമ്മൾ ഇവിടുന്ന് കണ്ടുമുട്ടി. ഇതാ മുന്നേ പോകണ്ടേ. അപ്പൊ അവര് നമ്മളെ ഗൈഡ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക്. എലിഫന്റ് ഷോ ഉണ്ട്. ഇത് കൊമ്പൊക്കെ കൂടി വളഞ്ഞ അപ്പുറം എത്തിട്ടാ. നമ്മളിങ്ങനെ നടന്ന് ഒരു സൂപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറാം. അതിനകത്ത് കൂടി പോയാലാണ് എലിഫന്റ് ഷോ എന്നാണ് ഇവർ പറയണത്. അതിന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. സൂപ്പർ മാർക്കറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തൊരു സൂപ്പർ മാർക്കറ്റാ. നല്ല വലിയ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അതിനകത്ത് എല്ലാ സംഗതികളും ഉണ്ട്. നമ്മുടെ ഡ്രിങ്ക്സ് ആണെങ്കിൽ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലേസ് അങ്ങനെയുള്ള സ്നാക്സ് എല്ലാം ഒരു ടോട്ടൽ സൂപ്പർ മാർക്കറ്റ് തന്നെ. ഇതിനുള്ളിലൂടെയാണ് എലിഫന്റ് ഷോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ പോവാണ്. ഇതിനകത്ത് എൻട്രൻസ് എന്നൊക്കെ കാണുന്നുണ്ട് പോലെ. 10:30 എലിഫന്റ് ഷോ. നമ്മൾ കോഴിക്കോടുള്ള ഒരു ടീമിനെ നമ്മൾ ഇപ്പോൾ കണ്ടു കേട്ടോ. അവർ പന്തിരങ്കാവാ കോഴിക്കോട്. അപ്പോൾ 10:30 എലിഫന്റ് ഷോ. ഇപ്പോൾ ഏകദേശം തുടങ്ങാനായെന്ന് തോന്നുന്നു. ഇതാണ് എൻട്രൻസ് വരെ കാണിക്കുന്നതാ. എൻട്രൻസ് ഇതിനകത്തായിരിക്കും മിക്കവാറും എലിഫന്റ് ഷോ ഉണ്ടാവുക. ടിക്കറ്റ്സ് ഒക്കെ നമ്മൾ സ്കാൻ ചെയ്തു കേട്ടോ. ടിക്കറ്റ്സ് നമ്മൾ വരുന്ന വഴിക്ക് നമുക്കൊരു പേപ്പർ കിട്ടും, 3 QR കോഡായിട്ടുള്ളത്. അപ്പം അതിനകത്താണ് എലിഫന്റ് ഷോയും പിന്നെ ബാക്കിയുള്ള എല്ലാ ഷോകളുടെ എൻട്രൻസും കാര്യങ്ങളൊക്കെ അതിനകത്താണ് വരുന്നത്. അത് നമ്മൾ വലിയൊരു തിയേറ്ററിലെത്തിയിട്ടാ. നമ്മൾ ആൽക്കസർ ഷോ കാണാൻ പോയി അതേപോലത്തെ ഒരു തിയേറ്ററാണേ. കണ്ടല്ലേ? ഓക്കെ. നമ്മൾ ബ്ലൂ കളർ സീറ്റിലാന്നാ പറഞ്ഞത്. ഇപ്പോൾ ബ്ലൂ അവിടെയും ഉണ്ട്
ഇവിടെ ഈ സൈഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂവിൽ പോയി ഇരിക്കാം. നമ്മൾ സൈഡിലായി പോയിട്ടോ. ഇത്തൂടെ സെൻറ്ററിൽ കിട്ടിയിരുന്നേ നന്നായിരുന്നു. ഇവിടെയൊക്കെ റെഡാണ്. ഫസ്റ്റാ? ഓ, നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാട്ടോ. നമുക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാണാം. വലിയ തിയേറ്ററാണ്, ഞാൻ കാണിച്ചു തരാം. ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട്. നമ്മൾ ഇവിടെ എത്തി. നമ്മൾ ഫ്രണ്ട് സീറ്റിലായിരിക്കണം. വേണ്ട, ബ്ലൂ റെഡും ആയിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. ഇത്ര അടുത്താണ്, നമുക്ക് ബോഡി അടുത്താണ്, സ്റ്റേജും അടുത്താണ്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ ഇതിനനുസരിച്ച് കാണിച്ചു തരാം. This sequence contrasts the Hindu beliefs from the ancient Vizipanat Prasad Lumlu in Thailand. เทียบกับสองสีวัฒนธรรมดังที่ നമ്മളെ നേരത്തെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ കൾച്ചറൽ ഷോ ആണ്. തായ് കൾച്ചറൽ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള പല രാജ്യങ്ങളുടെയും കൾച്ചറൽ ഷോ. ഇനി നമ്മളിപ്പോൾ എലിഫൻറ്റ് ഷോൻ്റെ അവിടെ എത്തിയിട്ട് നടന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരാന ഇരിക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യന്മാരിരിക്കണോ ഇരിക്കണം, അയാളെ കിടക്കണം, അവിടെ കിടന്ന് ഇരുന്ന് അവിടുന്ന് വിളിക്കുന്നുണ്ട്. ആനനെ കൂടെ ഡാർക്ക് നടന്നിട്ട് ബലൂൺ പൊട്ടിക്കാം. സന്തു നല്ല രസമുണ്ട് കാണാൻ. അതൊക്കെ ആന ബൗളിങ് ചെയ്യാണ്. അവിടെ ഒരു ആന മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 2 ഹോസ്പിറ്റൽ ടീമാട്ടോ. ബസ് ഇട്ടിട്ട് ഇത് നേഴ്സ് ഡോക്ടർ തോന്നുന്നുണ്ട്. എലിഫന്റ് ഷോ കഴിഞ്ഞിട്ടോ. നമ്മളെ നാട്ടിലേക്ക് ഏതെങ്കിലും ഒരാണ് ഇതേപോലെ എന്ത് രസാന്നറിയോ ആന. ഒരു ചെയിനോ ചങ്ങലയോ ഒന്നുമില്ല. നമ്മളെ നാട്ടിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആനേനൊക്കെ ട്രെയിൻ ചെയ്യാൻ ഭയങ്കര ക്രൂരത കേട്ടോ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ പാപ്പാന്റെ കയ്യിൽ ആകെ ഒരു വടി ഉണ്ട് എന്നല്ലാതെ അതിനെ അടിച്ചിട്ട് ഓരോന്ന് ചെയ്യിക്കുക കാര്യങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അതാ നോക്ക്, വേണ്ട പൈസ ഇല്ലാത്തോണ്ടാ. ഇതേ നമ്മളെ നേഴ്സ് കേട്ടോ പരിപാടിന്റെ. തിരിഞ്ഞു പോയി. പൈസ ഇല്ലാത്തോണ്ടാണ് കാശ് കൊടുത്താൽ അവന്മാര് അനുഗ്രഹിക്കും, പിന്നെ മേല് തലോടും. ഇതൊക്കെ പൈസ കൊടുക്കണം.
പക്ഷെ അടിപൊളി ഇതായിരുന്നു കേട്ടോ. ഈ ഒരു ഷോനെ കുറിച്ച് ഒന്നും പറയാനില്ല, അടിപൊളി ഷോ. ആനകളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് എന്താ വെച്ചാൽ ഇവിടെ ഈ തായ്ലൻഡിലെ എല്ലാം ആനകളുടെ തീമിലാണ് ഉണ്ടാവണം എല്ലാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൾച്ചറൽ ഷോയിലാണ് പറഞ്ഞത്. അത് ഈ പണ്ട് യുദ്ധങ്ങളൊക്കെ നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തായ്ലൻഡിലെ ആളുകളെ സഹായിച്ചതും യുദ്ധം ജയിക്കാൻ സഹായിച്ചതും ഒക്കെ ഈ ആനകളാണ്. അതുകൊണ്ടാണ് എല്ലാത്തിനും ഇവർ ഈ ആനകളുടെ ഒരു രൂപവും പിന്നെ അതുപോലെ തന്നെ എന്ത് പ്രിന്റ് ആണെങ്കിലും ഇവിടെ ആന ഇല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ഭയങ്കരമായിട്ട് ഇവർക്ക് ആനകളോട് നന്ദി സൂചിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാ സംഗതികളും. ഇവിടെ എല്ലാം ബാഗ്, ഈ ഷർട്ടാണെങ്കിലും എല്ലാം ആന തീംഡാണ് ഉണ്ടാവുക. ഗൈസ്, ഒരു നല്ല പണി കിട്ടി. നമ്മളെ ഈ ആനകളുടെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ എൻ്റെ ഗ്ലാസ് ഒരു സൈഡ് സീറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സൈഡിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല, വലത്തെ റൈറ്റ് സൈഡിലെ സീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം സീറ്റിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് താഴോട്ട് ഇറങ്ങി സെൽഫി എടുത്തു. ഒന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഗ്ലാസ് എടുത്തില്ലായിരുന്നു. വന്ന് തിരിച്ചു നോക്കിയോ, ജസ്റ്റ് ഒരു മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. പോയി ഗൈസ്, ഗ്ലാസ് അടിച്ചു പോയി. അവിടെ കുറേ തപ്പി. യൂറ്റേക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലും അറിയില്ല. ട്രാൻസ്ലേറ്റ് ചെയ്ത് ചോദിച്ചു വന്നപ്പോഴും പറയണത് ഒരു ഫോട്ടോ ഉണ്ടോ ഞങ്ങൾ എടുത്ത് വയ്ക്കാൻ നോക്കിയാൽ പറയണത്. പക്ഷെ ഞാൻ അവിടെ എല്ലാം നോക്കി. പോയി ഗൈസ്, പോയി. ഇനി നമ്മളെ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്കിതാ ബസ്സിൻ്റെ ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ബസ്സിന് വേണം പോകാൻ. അപ്പോൾ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതാണ് കേട്ടോ ബസ്, ബഗ്ഗി ടൈപ്പ് ബസ്സാണ്. അതിലിരുന്നിട്ടായിരിക്കും നമ്മൾ പോവുക. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ബസ് കൊണ്ട് നിർത്തിയിട്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണിച്ചെന്ന് പോവുകയാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. നമ്മളെ ബഗ്ഗി വന്നു, നമ്മൾ കയറാൻ പോവാണ്. നമ്മൾ ബഗ്ഗിനകത്തെത്തി. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഓരോ സ്ഥലത്തനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അവിടെ ഇതിൻ്റെ വില്ലേജിന് മാപ്പ് വെച്ചിട്ടുണ്ട്. ഈ മാപ്പ് കാണുകയാണെങ്കിൽ ഞാൻ അടുത്തൊന്ന് കാണിച്ചാൽ വലിയ ഏരിയ, ഭയങ്കര വലിയ ഏരിയ ആണ്. കംപ്ലീറ്റ് ആനയും പിന്നെ ആടാണ് തോന്നുന്നത്. ആടുണ്ട്. പിന്നെ എന്താ നമ്മളെ ബസ് സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണാനുള്ള സ്ഥലം കേട്ടോ. അതിനകത്ത് ബ്രോമേലിയാഡ് ഷോ ഹൗസ് പിന്നെ ഓർക്കിഡ് ഗാർഡനും ഉള്ളത്. 2 ആനകൾ നമ്മളെ വെൽക്കം ചെയ്യാനുണ്ട്. ഇതാണ് നമ്മളെ ഗാർഡൻ. കണ്ടില്ലേ, ഇവിടേക്ക് ഓരോ എന്താ മണ്ണാണ് തോന്നുന്നു. ഇതൊക്കെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാ. ഇതൊക്കെ മണ്ണാണ്. പിന്നെ ഒരു മരം, പിന്നെ സ്കൈ വാക്ക് പോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അത് പ്രത്യേകിച്ച് കാണാൻ ഇങ്ങനെ ഫുൾ ഗാർഡനാണിത് കംപ്ലീറ്റ്. ഇതെല്ലാം ക്ലേ ആണ്, ഇതൊക്കെ എല്ലാം മണ്ണാണ്. അവിടെ ഒരാളുടെ മുഖമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മണ്ണുണ്ട്. ഇതൊക്കെ ആളുടെ മുഖം തന്നെ കേട്ടോ. അതുണ്ടല്ലേ ഒരു അമ്മൂമ്മയുടെ മുഖം. ഇതൊക്കെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. ഇത് നമ്മളെ ഓർക്കിഡ് ഗാർഡനാണ്. അത് ശരിക്കും പറഞ്ഞിട്ടല്ലോ നമ്മളെ നാട്ടിലൊക്കെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾക്ക് പുറത്ത് രാജ്യത്ത് വന്നിട്ട് ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവണം. നമുക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലൊക്കെ വളരെ ഈസിയായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ. എത്ര ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെന്ന് അറിയാം ഇവിടെ. അത് ഇതുണ്ടോ, വേറെ സാധനം കാണിച്ചുതരാം. ഈ ഒരു ആർച്ച് കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് മണ്ണിൻ്റെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാ. ഉണ്ടോ, കംപ്ലീറ്റ് മണ്ണാ. ഒരുപാട് വെറൈറ്റി ഓർക്കിഡുകളുണ്ട് ഇവിടെ. കണ്ടോ, ഇതൊക്കെ ഓർക്കിഡല്ലേ? കണ്ടോ, ഇതൊക്കെ ഓർക്കിഡാ. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നടുക്കൊരു അമ്മച്ചി ഒരു കുടമായിട്ട് നിൽക്കുന്നുണ്ട്. ഏതാ നൂച്ച് ഗാർഡൻ ആൻഡ് റിസോർട്ട്. അതിനകത്ത് റിസോർട്ടും ഉണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. നമുക്കിങ്ങനെ കണ്ട് നടക്കാൻ പറ്റിയൊരു സംഭവമാണ്. നമ്മളൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ വേണ്ട ഒരു ചെറിയ 2 ലിസാർഡ് കണ്ട. ഡൈനോസറാണോ ലിസാർഡാണോ
രണ്ടെണ്ണം ഉണ്ടേ. പിന്നെ ഇത് അവിടെ ഒരു പാണ്ട നിൽക്കുന്നുണ്ട്. ഒന്ന് കഴിച്ചതുണ്ടാ. ഇതിനകത്തുനിന്ന് വാട്ടർഫോളും പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് സ്മോക്കും വരുന്നുണ്ട്. ഇത് ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കൊള്ളാം. ഇവിടെ ഉണ്ട് അത് പാണ്ടയുടെ അടുത്ത്. രണ്ട് സൈഡ് ഓർക്കിഡിൻ്റെ കൂടെ ഇടയിൽ കൂടി നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ഇതിനകത്ത് അത്ര വെയിലുണ്ടെങ്കിലും ഇതിനകത്ത് കിടക്കുമ്പോൾ നല്ലൊരു തണുപ്പുണ്ട്. ഈ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇവിടുത്തെ വേസ്റ്റ് പിന്നെ ഉണ്ടല്ലേ, തവളയാണ്. തവള അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ വേറൊരു തവള അവിടെ ഇരിക്കുന്നുണ്ട്. ആരും വേസ്റ്റ് കൊണ്ടിടണ്ട. ഇവിടെ ഇതേപോലെ തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ തവളൻ്റെ അടുത്ത്. കൊള്ളാം. നല്ല വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ചിട്ടേ ഒലിച്ചൊലിച്ച് പായൽ വന്നിട്ട് തൊട്ടപ്പോൾ നല്ല വഴുവഴുപ്പുണ്ട്. ഒന്നും ആരും പോയി തുടർന്ന് കഴിച്ചു. ഇതിനകത്തൊക്കെ പല സംഗതികളും ഉണ്ടാവും. ഞാൻ വെറുതെ ആവേശം മൂത്ത് പോയി തൊടാൻ പോയതാ. പക്ഷെ നമ്മൾ വന്ന വഴി തന്നെ പുറത്തേക്ക് പോകണം. വേറെ സാധനം അടിച്ചത് നോക്കി കണ്ടാ. ഇതിന് മേലെ തവളേനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു അനന്തശയനുണ്ട്, ഞാൻ കാണിച്ചുതരാം. അല്ലേ ആണ് ഇത് കണ്ടോ, ഞാൻ കാണിച്ചുതരാം. ഇതല്ലേ മഹാവിഷ്ണു കിടക്കുന്നതാ. കണ്ടാ, ഇവിടെ ഇത് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് പെയിന്റ് അടിച്ചതാ. കൊള്ളാം. നല്ല സ്ഥലത്താണ് വെച്ചിരിക്കണേ. കയറി വരുമ്പോൾ തന്നെ കാണാം. മതിൽ മൊത്തം തവളകളാട്ടോ. ഇതൊക്കെ തവള റെസ്റ്റ് എടുക്കണേ. താടിക്ക് കൈ വെച്ചിട്ട് തവള ഇരിക്കണോക്കെ. എല്ലാ തവളയും ഒരുപോലെ ഇല്ല കേട്ടോ, പല ഷേപ്പിലായിരിക്കണേ. ഇതാ റെസ്റ്റ് എടുക്കണ അടുത്ത്. ഇവിടെ മുതൽ ഡൈനോസർ തുടങ്ങി. ഇത് വേണ്ട ഡൈനോസർ. അവിടെ എന്തോ അവിടെ ഒരു മക്കാവ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഡൈനോസറാ. ഇത് ഡൈനോസറിൻ്റെ ഏരിയ തോന്നുന്നുണ്ട്. ഇവിടെ മക്കാവ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ മക്കാവ്. 1 2 3 4 5 6 മക്കാവുണ്ട്. നോക്കി കിടക്കണോക്ക്, കയ്യിൽ കിടക്കണോക്ക് അല്ലേ. നമ്മളെ മക്കാവിൻ്റെ ഓപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ. ഐബാൻ നോക്ക് കഫേയാണ്. ഇവിടെ കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നടന്നു പോകുമ്പില്ലേ ലെഫ്റ്റിൽ ഇതാ നമ്മളെ 2 ആനകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് 50 ബാത്ത് 50 ബാത്താണ് ആനയ്ക്ക് പഴം കൊടുക്കാൻ വേണ്ടിയിട്ട്. വേണ്ട ഇവിടെയൊക്കെ ഡൈനോസറാ. ഇതിൻ്റെ അപ്പുറത്തൊരു ലേക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ റൂട്ട് ഈ ബഗ്ഗി കിടക്കണില്ലേ, ഈ റൂട്ടിൽ നമ്മൾ വരുമെന്ന് തോന്നണം. നമ്മളെ കഫേയിൽ വന്നപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. 50 ബാത്താണ് ഇവിടെ കോഫിക്കുള്ള. ചോക്ലേറ്റ് കോഫിയാണ് അവിടെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആണ് ഗൈസ്, നമ്മൾ കഫേന്ന് ചായയൊക്കെ കുടിച്ച് ചോക്ലേറ്റ് കോഫിയായിരുന്നു. 50 ബാത്ത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 50 ബാത്ത് പറഞ്ഞാൽ 150 രൂപേൻ്റെ അടുത്ത്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. മക്കാവ് ഇതാ അല്ലേ ബാക്കിൽ മക്കാവ് ഒരു 6 മക്കാവ് ഇരുന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തു തരും കേട്ടോ അവർ, പൈസ കൊടുത്തു കഴിഞ്ഞാൽ. അതായത് നമ്മളിവിടെ നേരെ പുറത്തിറങ്ങിയാൽ തന്നെയാണ് നമ്മളെ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വന്നില്ലേ ബസ്സിൻ്റെ, അത് കണക്കാക്കിയിട്ട് ഇങ്ങനെ ഓരോ ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഏതിൽ വേണമെങ്കിലും പോയിട്ടിരിക്കാം. അപ്പം ഇതെവിടെ ഒരു ബസ്സുണ്ട്, ഇവിടുത്തെ ആൾക്കാർ കയറിയിരിക്കുക. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കയറാം. നേരെ വേറൊരു ബസ്സും ഇവിടെ ഉണ്ട്, അതും ഇപ്പോൾ പോകും. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ബെല്ലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. മിക്കവാറും ഇപ്പോൾ വണ്ടി എടുക്കും. അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടേക്ക് പോകാൻ തുടങ്ങി. ബഗ്ഗിയിൽ കയറിയതാണ്. എന്തൊരു വാട്ടർ ബോഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവൻ പിന്നെ നമ്മൾ നോക്കി ചിരിക്കുന്നു കേട്ടാ.
അവന് നാളെ വന്നു. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ഉണ്ടല്ലേ ഒയാസിസ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഗതികളുണ്ട് ഇവിടെ കാണാൻ വേണ്ടി. ഇവിടെ ഫുൾ ഉണ്ടാക്കി വെച്ചത്. ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് നമ്മുടെ ഡ്രാഗണും അങ്ങനെയുള്ള കാര്യങ്ങള്, റൈറ്റ് സൈഡിൽ ജിറാഫുകൾ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് അടുത്തിങ്ങനെയുള്ള ഓരോ പോയിന്റിലേക്ക് ബസ് വന്നിട്ട് ഡ്രോപ്പ് ചെയ്യും കേട്ടോ. വലിയ ഉറുമ്പൊക്കെ ഉറുമ്പിനെ ഉണ്ടാക്കി വെച്ചിരിക്കും. എല്ലാ ടൈപ്പ് ഓഫ് ജീവികളും ഈ ഗാർഡനിലുണ്ട്. കരടി വെക്കുന്നത് ഇവിടെ കുറെ ബഗികളുണ്ട്. ഇതേട്ടോ അവിടെ നമ്മുടെ മറ്റേ ഈ ജുറാസിക് പാർക്കിലൊക്കെ കണ്ട ഒരു സാധനം ഉണ്ട്, കാണിച്ചരാ. അതുണ്ടാ ഇത് നമ്മളാ ജുറാസിക് പാർക്കിൽ കണ്ടിട്ടില്ലേ? പിന്നെ വന്നിട്ട് മറ്റേ വായ തുറന്നിട്ട് ചിറകിലിട്ട് ഇരിക്കണേ ഇതൊക്കെ ഇതേണ്ട ബുദ്ധനും പിന്നെ അതുപോലെ തന്നെ ബുദ്ധന്റെ കൂടെയുള്ള അരക്കുണ്ട് ഗൈസ്. പറഞ്ഞ തോന്നുന്നുണ്ടായി. അതവിടെ ആമകളുടെ മേലെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഈ സൈഡിൽ പിന്നെ എല്ലാ സൈഡിലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. ഈ സൈഡിൽ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്. നമ്മളെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ, ഓരോ സൈഡിലും ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ സൈഡിൽ കാണുന്നതേ കാക്ടസ് ആണ് കേട്ടോ. നല്ല കളർഫുൾ കാക്ടസ്. ഇത് തന്നെ കാക്ടസ്, കളറുള്ള കാക്ടസ് ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. പല ഇതൊക്കെ ഇതൊക്കെ കാക്ടസ് ആണ് കംപ്ലീറ്റ്. ഇത്രയും വലുപ്പത്തിലുള്ള കാക്ടസ്, പല വെറൈറ്റി കാക്ടസ്. ആ ഫ്രണ്ടിലുള്ള കംപ്ലീറ്റ് കാക്ടസ് അതാ. അങ്ങോട്ടേക്കുള്ളതെല്ലാം അങ്ങനെ നമ്മള് ഡൈനോസോർ വാലിയിൽ നമുക്ക് ഇറങ്ങാൻ വേണ്ടി വണ്ടി നിർത്തി. ഇതാ അതാണ് ഡൈനോസോർ വാലി. അല്ല ഫ്രണ്ടിൽ തന്നെ വലിയൊരു ഡൈനോസോർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പണ്ടൊക്കെ ഇങ്ങനത്തെ ജീവികൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അത് കണ്ടിട്ട് തന്നെ പേടിയാണ്. നമുക്ക് മുകളിലേക്ക് പോകണം തോന്നുന്നു. ഡൈനോസർ വാലിന്റെ എൻട്രി എങ്ങോട്ടാ? സ്കൈ വാക്ക് ഇതാ. നമുക്ക് സ്കൈ വാക്കിലൂടെ പോവാം. നേരത്തെ കണ്ട പോലെ നമ്മൾ എലിഫന്റ് ഷോയ്ക്ക് നമ്മളെ ഒരു കൾച്ചറൽ ഷോയ്ക്ക് പോയ പോലെ ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് കൂടിയാണ് ഇത് പോകേണ്ടത്. സൂപ്പർ മാർക്കറ്റിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഈ ഡൈനോസർ. ഒരു പിരമിഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിരമിഡ്, പിന്നെ അത് അവിടെയൊക്കെ ഈജിപ്ഷ്യൻ കൾച്ചറിന്റെ വകയുള്ള ഡാൻസ്, പിന്നെ ഡ്രോയിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് സ്കൈ വാക്കിലേക്ക് പോവാം. ഓക്കെ, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവിടെ. ഇത് അത്യാവശ്യം ഇവിടുത്തെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നമ്മളെ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തി. ഇവിടെയും കഫേയും കാര്യങ്ങളൊക്കെയാ. ചൂടാ നമ്മളെ ഈ സൂപ്പർ മാർക്കറ്റിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങാനൊരു മടിയാ. കാരണം ഇതിനകത്ത് നല്ല തണുത്തിരിക്കുകയായിരിക്കും. ഇതിനകത്ത് പുറത്തിറങ്ങിയാൽ തീർന്നു ഇവിടെ. ഒന്നാമത് ഏപ്രിൽ മെയ് സമയത്ത്, മെയ് പകുതി വരെ ഭയങ്കര ചൂടാണ്. നമ്മളിപ്പോൾ ഈ ചൂടെന്ന് പറഞ്ഞുള്ളത് നോർമലി ഇവിടെയുള്ള ക്ലൈമറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മെയിൽ തന്നെ വന്നിട്ടേ കാര്യമുള്ളൂ. മഴയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് അങ്ങനെ പുറത്തിറങ്ങാനും, പിന്നെ ഒരുപാട് ബീച്ചിൻ്റെ സൈഡിലേക്കും ബീച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യും അവർ. അപ്പം വരാനുള്ളവരൊക്കെ ഏപ്രിൽ മെയ് ആ ഒരു സമയം കണക്കാക്കി വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചൂടുണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ ഇതേപോലെ സൂപ്പർ മാർക്കറ്റുകളും 7-Eleven എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഇവിടെ. അപ്പോൾ അവിടെയൊക്കെ കയറി നിന്നിട്ട് ചൂടിനെ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഇതൊക്കെയാണ് നമ്മളെ സ്കൈ വാക്കിന്ന് കാണാനുള്ള ഇത്. ഒന്നുമില്ല, നമ്മൾ താഴെ നിന്ന് വണ്ടി പോകുമ്പോൾ കണ്ടത് നമുക്ക് മുകളിൽ നിന്ന് കാണാം, അതന്നെയുള്ളൂ. പിന്നെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ അവിടേക്ക് നടന്നിട്ട് ഈ സ്കൈ വാക്കിലൂടെ നടന്നിട്ട് അവിടെ നിന്നായിരിക്കും നമ്മൾ ഇറങ്ങുന്നുണ്ടാവുക. നമ്മളെ ഡൈനോസർ വാലിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ കാണുന്നത്. ഇത് കണ്ടല്ലേ, കംപ്ലീറ്റ് ഒരു ടെമ്പിൾ ഡിസൈനിലാണ് ആ സൈഡ് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തത്.
അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയത് ഇവിടെ കംപ്ലീറ്റ് ഡൈനോസർ. അതുണ്ട്, ഇതിനൊക്കെ ഹൈറ്റ് ഉണ്ട്. എന്തൊരു വലിയ ഹൈറ്റിലത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതേപോലുള്ള സാധനങ്ങളായിരിക്കില്ലേ പണ്ട് ജീവിച്ചിരുന്നുണ്ടാവുക. ഗൈസ് നമ്മൾ കയറിയ സ്ഥലമുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കൾച്ചറൽ ഷോക്ക് പോയ സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയത്. ഇനി നമുക്ക് ലഞ്ച് എവിടെ നിന്നാണ് നോക്കണം. ഏകദേശം സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 1:15. പിന്നെ ലഞ്ച് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. നമുക്ക് ഇവിടെ ടിക്കറ്റിൻ്റെ കൂടെ ലഞ്ചും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതല്ലേ ഇവിടെ ബോർഡുണ്ട്, ഇന്ത്യൻ കുസീൻ. അപ്പോൾ ആ ഇന്ത്യൻ കുസീൻ തപ്പിയിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലം കൊള്ളാം, ഇതാണല്ലേ. ഓക്കെ. ഇവിടെ നമ്മുടെ ഇതിനകത്ത് കണ്ടാ നമ്മളെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. മുകളിൽ താജ്മഹലുണ്ട്. എല്ലാ സാധനങ്ങളും ഇന്ത്യയാണെന്ന് മനസ്സിലാവാനുള്ള എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട്. ഇവിടെ ആയിരിക്കും നമ്മൾ കഴിക്കാൻ പോകണം. ഇതുണ്ട് ഇവിടെ കണ്ടത്, ഇവിടേക്ക് ഡൈനോസറാട്ടോ. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. ഇതാണ് ഗൈസ് ഇന്ത്യൻ കുസീൻ ഹാൾ. ഇതിനകത്തില്ലാത്ത ഇന്ത്യക്കാർ ആരുമില്ല, എല്ലാവരും ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ലഞ്ച് കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങി. നല്ല ലഞ്ചായിരുന്നു, കുഴപ്പമില്ല. നോൺ വെജ് ലഞ്ച് തന്നെയാണ്. ഇനി നമുക്ക് 3:30 ആയിരുന്നു പിക്കപ്പ് ടൈം പറഞ്ഞത്. നമ്മൾ ആക്ച്വലി 1:45 ആയിട്ടേ ഉള്ളൂ ഇപ്പം. അപ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ പ്ലാൻസ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ റൂമിൻ്റെ അടുത്തൊരു ഷോപ്പിംഗ് മോളുണ്ട്, അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. അത് പട്ടായയിലുള്ള ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറണം. അവിടെ കയറി കഴിഞ്ഞ് ഇനിയിപ്പോൾ വേറെ പ്ലാൻസ് ഒന്നുമില്ല. ഇന്നിപ്പോൾ ഓൾറെഡി ആകെ ഈ നോങ്നൂച്ച് വില്ലേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിൽ പോയിട്ട് നേരെ നമ്മൾ ഷോപ്പിംഗ് മോളിലേക്ക് പോകണം. പിന്നെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നുള്ളത് റൂമിലിരുന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ എന്തെങ്കിലും നമുക്ക് ആക്ച്വലി മിസ്സായ ഒരു സംഭവമുണ്ട് ഇവിടെ. അത് ഇതാണ് നമ്മുടെ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് വുഡൻ ഒരു ഉണ്ടാക്കുന്നൊരു സംഭവം. അത് എത്രയോ കാലം മുന്നേ 1970 അങ്ങനെ എന്തോ പണി തുടങ്ങിയതാണ്. ഫുൾ കംപ്ലീറ്റ് വുഡാണ്, അവിടെ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആ വുഡിൻ്റെ സംഗതി അവിടുന്ന് 1970s 40s 1940s എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, എനിക്ക് എവിടെയോ ഇത് വായിച്ചൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇപ്പോഴും കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ശരിക്കും അത് കഴിഞ്ഞിട്ടില്ല. അവരിപ്പോഴും കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ അവിടെ കംപ്ലീറ്റ് വുഡാണ്. എല്ലാ സാധനവും, റൂഫ് മുതൽ തറ വരെ എല്ലാ സംഗതികളും വുഡാണ്. അപ്പം അവിടെ നമുക്കൊന്ന് വൈകിട്ട് പോകാൻ പറ്റും. എൻട്രി ടിക്കറ്റ്സ് ഉണ്ട്. നമ്മളിതിനകത്ത് എൻട്രി ടിക്കറ്റ്സ് അതിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ എൻട്രി ടിക്കറ്റ് അവിടെ പോയിട്ട് നമുക്ക് എത്രയാണെന്നുള്ളത് ചോദിച്ച് നോക്കട്ടെ. നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് എടുത്തിട്ട് അകത്ത് പോയി കാണാം. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ള വ്യൂസ് കാണണമെന്നുണ്ട്. അപ്പം എന്തായാലും റൂമിലെത്തിയിട്ടേ തീരുമാനിക്കുള്ളൂ എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കാണാം. നമ്മൾ എക്സിറ്റ് എത്തിയിട്ടാ നേരെ പുറത്തിറങ്ങി. അതാണ് നമ്മളെ കംപ്ലീറ്റ് സ്ഥലം. അതുകൊണ്ടാ വലിയൊരു ഫാനുണ്ട് ഇവിടെ. പക്ഷെ അതിൽ നിന്നൊക്കെ ചൂട് കാറ്റാട്ടോ വരുന്നത്. നമ്മളതിൻ്റെ അടിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ വിറക്കുള്ളൂ. ഓക്കെ, ഡ്രൈവറെ വിളിക്കാൻ സമയം. ഡ്രൈവറെ വിളിച്ചിട്ട് ബാക്കി നമുക്ക് ഇനി കാണാം. നമ്മൾ ഡ്രൈവറെ വിളിച്ചു. ഇവിടെ ഓരോ ഗേറ്റാണുള്ളത് അല്ലേ. നമ്മൾ ഗേറ്റ് നമ്പർ 5 മുന്നിലാണ്. അപ്പോൾ ആരെ വിളിച്ചിട്ട് ഗേറ്റ് നമ്പർ 5 മുന്നിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പാടാട്ടോ. ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം പേര്, നമ്മൾ ഈ പോകുന്ന ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ വളരെ ചുരുക്കം പേർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അത് നമ്മളങ്ങോട്ട് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് തിരിച്ച് ബിഹേവ് ചെയ്യുന്നത് കുറച്ച് ഹാഷായിട്ടാണ്. നമുക്കിനി അവരുടെ ബിഹേവിയർ അങ്ങനെ ആണോ എന്നുള്ള അറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മളെന്തെങ്കിലും അവർ പറയണത് നമ്മൾ മനസ്സിലാവാത്ത രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടൊരു പുച്ഛമാണ്. ശരിക്കും നമ്മൾ മനസ്സിലാവാഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിത് അങ്ങനെ ഗേറ്റ് 5 വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഡ്രൈവർ വന്നിട്ട് നേരെ അടുത്ത പ്ലാൻ നോക്കാം.